ആദ്യത്തെ 2 ലെയേഴ്സ് 11.5 ഇഞ്ചസും ലാസ്റ്റ് ലെയർ 12.5 ഇഞ്ചസുമാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാ ഫ്ലെയർ വരുന്നത് ലാസ്റ്റത്തെ വരുന്നത് 62 ഇഞ്ചസ്, സെക്കൻഡ് വരുന്നത് 46 ഇഞ്ചസ്, ഫസ്റ്റ് വരുന്നത് 30 ഇഞ്ചസ്. ഇതെല്ലാം ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള അളവുകളാണ്. നമുക്ക് ആവശ്യത്തിന് മെറ്റീരിയൽ എടുത്ത ശേഷം ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. ഫുൾ ലെങ്ത് വരുന്നത് 47 ഇഞ്ചസ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെയേഴ്സിനെല്ലാം ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലോങ് സ്റ്റിച്ച് ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് ത്രെഡ് വലിച്ചു കൊടുത്ത് ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പ്ലീറ്റ്സ്. സെക്കൻഡും തേർഡ് ലെയറുകൾ ഞാനിതുപോലെ ചുരുക്കുകൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതുമായിട്ട് ജോയിൻ ചെയ്ത് തയ്ച്ചു കൊടുക്കാം. സെക്കൻഡും തേർഡും തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് തയ്ച്ചു കൊടുക്കാം. രണ്ട് ലെയേഴ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ലെയറും കൂടി ഇതുപോലെ ചെറിയ ചുരുക്കുകൾ ഇട്ടെടുക്കാം. അതിനു വേണ്ടി ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത ശേഷം ത്രെഡ് വലിച്ചെടുക്കാം. വേസ്റ്റിൻ്റെ അളവ് വരുന്നതിന് തുല്യമായിട്ട് ചെറിയ ചുരുക്കുകളിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ആദ്യത്തെയും രണ്ടാമത്തെയും ലെയേഴ്സ് ഇതുപോലെ ജോയിൻ ചെയ്യാം. അതിനുശേഷം രണ്ട് സൈഡും ഇതിൻ്റെ സൈഡുകൾ തമ്മിൽ സ്കേർട്ട് പോലെ ജോയിൻ ചെയ്ത് നമുക്ക് സൈഡ് തയ്ച്ചെടുക്കാം, ക്ലോസ് ചെയ്ത് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ലെയേഴ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബോഡിയുടെ യോക്കിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അളവുകൾ യോക്ക് ലെങ്ത് വരുന്നത് 15 ഇഞ്ചസ് ആണ്. ഷോൾഡറിന് 7 ഇഞ്ച് കൊടുത്തതിന് ശേഷം ആം ഹോളും താഴേക്ക് 7 ഇഞ്ച് കൊടുക്കാം. ഇനി ചെസ്റ്റ് 8.5 ഇഞ്ച് കൊടുക്കുന്നു. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് കർവ് ചെയ്ത് ആം ഹോൾ വരച്ചു കൊടുക്കാം. താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കാം. വേസ്റ്റിൻ്റെ ഭാഗത്ത് കെട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല. ഷേപ്പ് ചെയ്യാതെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതേ അളവിൽ തന്നെ നമുക്ക് തുണിയിലും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴി ഒന്ന് 1/2 ഇഞ്ച് താഴ്ത്തി വെട്ടണം. ഇനി നമുക്ക് ഒരു ക്യാൻവാസിൽ ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇറക്കം വരുന്നത് 7 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 2.75 ആണ്. എന്നിട്ട് ഇതുപോലെ ഒരു വി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 0.75 വീതം സൈഡിൽ മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ മറ്റൊരു തുണിയിൽ വെച്ചതിന് ശേഷം അയൺ ചെയ്തെടുക്കാം.
കൂടുതലുള്ള ഭാഗം ഇതുപോലെ 1/4 ഇഞ്ച് ഭാഗം നിർത്തിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം. ഇനി അതിൻ്റെ സൈഡ് ക്യാൻവാസിനോട് ചേർത്ത് തയ്ച്ചെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് പിൻ ചെയ്ത് വെച്ച ശേഷം ക്യാൻവാസിൻ്റെ സൈഡിലൂടെ തയ്ച്ചെടുക്കാം. ക്യാൻവാസിൽ സ്റ്റിച്ച് കൊള്ളാതെ വേണം തയ്ക്കാൻ. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്നും 1/4 ഭാഗം നിർത്തിയ ശേഷം കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഉള്ളിലേക്ക് തിരിച്ച ശേഷം ക്യാൻവാസിൻ്റെ മുകളിലൂടെ സൈഡിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് ഹെമ്മിങ് ചെയ്യാം. ഇനി അതിന് ബാക്കിൽ യോക്ക് പോർഷനുമായിട്ട് ഇതുപോലെ വെച്ച ശേഷം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് നീക്കി 3.5 ഇഞ്ച് ഇറക്കത്തിൽ നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് നെക്ക് തയ്ക്കാനായിട്ട് ഞാൻ ചെറിയ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് നെക്കിൻ്റെ സൈഡിലൂടെ വെച്ച് തയ്ച്ചെടുക്കാം. ഇനി അതിനെ 1/2 ഇഞ്ച് അകത്തേക്ക് മടക്കിയ ശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കൂടുതലുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഫ്രണ്ടിലെ ഷോൾഡറും ബാക്ക് ഷോൾഡറും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ഈ പീസ് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് കവർ ചെയ്ത് തയ്ക്കാം. ഇനി ബാക്കിലെ ക്രോസ് പീസ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി തയ്ച്ച് വയ്ക്കാം. ഹെമ്മിങ് ചെയ്താലും മതി. ഞാനിവിടെ തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 13 ഇഞ്ച് നീളവും ഒരു 10 ഇഞ്ച് വീതിയിലും ഇതുപോലെ മടക്കി വെച്ച പീസ് എടുത്ത ശേഷം മുകളിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. അധികം ചുരുക്കുകളില്ലാത്ത സ്ലീവാണ്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചരിച്ച് വരച്ചു കൊടുത്താൽ മതി. താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. ഒരു വശം ഇതുപോലെ ഉള്ളിലേക്ക് നീക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഫ്രണ്ട് ഭാഗമാണ് നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നത്. ഇനി ചെറുതായിട്ട് 2-3 പ്ലീറ്റ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. അധികം തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്ലീറ്റ്സ് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക്കിന് ഉള്ളിലേക്ക് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇലാസ്റ്റിക് കോർത്തെടുത്താലും മതി. ഇതുപോലെ തന്നെ 2 സ്ലീവും ഇലാസ്റ്റിക് ഇട്ടെടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഭാഗം മാത്രം ഒരു 1/2 ഇഞ്ച് ഒന്ന് ഇതുപോലെ ഒന്ന് താഴ്ത്തി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം നോക്കി ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം. സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവുകളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം സൈഡ് ഭാഗം ക്ലോസ് ചെയ്യാം. കൈയുടെ ഭാഗം തുടങ്ങി താഴെ വരെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗവും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് താഴെ ഭാഗത്ത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു റിബൺ നമുക്ക് അവിടെ വെച്ച് തയ്ച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുക്കാം. 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു സ്ട്രിപ്പ് എടുത്ത ശേഷം അതിൻ്റെ സൈഡ് ഒന്ന് മടക്കി തയ്ച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ അത് തയ്ച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നീക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ചുറ്റി ബാക്ക് വഴി ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് തന്നെ വരുന്നു. അവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. 2 സൈഡും ഓപ്പൺ ആയിരിക്കും. അതിലൂടെ നമുക്ക് ചരട് കോർത്തെടുക്കാനുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ മടക്കി അതിൻ്റെ ചുറ്റിനും തയ്ച്ചെടുക്കാം. ഇനി നമുക്കതിനെ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച ശേഷം നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച ശേഷം സൈഡിൽ സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്കേർട്ടും ബോഡി പാർട്ടും തമ്മിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ റൗണ്ടിൽ നമുക്ക് ചുറ്റി സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പൺ വരുന്ന ഭാഗത്തൂടെ സ്ട്രിങ് കോർത്ത് നമുക്കൊരു കെട്ട് കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് സൈഡ് ഭാഗം ഏറ്റവും താഴെ ഭാഗം മടക്കി തയ്ച്ചെടുക്കാം. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തത് 44 ഇഞ്ച് വിട്ടുള്ള 2.5 മീറ്റർ തുണിയാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പഫ് സ്ലീവിനൊക്കെ വളരെ കുറച്ച് ചുരുക്ക് മാത്രം കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ എപ്പോഴും 3.5 മീറ്ററെങ്കിലും തുണി എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും തയ്ക്കാനും പറ്റുള്ളൂ. കസ്റ്റം ടൈലറിങ്ങിനായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് ചെയ്താൽ റിപ്ലൈ തരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.